ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണേ. ഇപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പെൻസിൽ പാൻറ് ചെയ്ത് കാണിക്കുമോ എന്ന് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. പാൻറ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മീറ്റർ കോട്ടൺ സിൽക്കാണ് മെറ്റീരിയൽ എടുത്തിട്ടുള്ളത്. നമ്മൾ ആദ്യമായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നവരാണെങ്കിൽ ഇതുപോലുള്ള കോട്ടൻ്റെ മെറ്റീരിയൽ എടുക്കുന്നതാണ് നല്ലത്. അതേപോലെ തന്നെ സ്ട്രെയിറ്റ് പാൻറ് സ്റ്റിച്ച് ചെയ്യാനാണെങ്കിലും ഈ ഇതുപോലുള്ള കോട്ടൻ്റെ മെറ്റീരിയലാണ് നല്ലത്. അതാകുമ്പോൾ നല്ല കുറച്ചും കൂടി ഫിനിഷിങ്ങിൽ നിൽക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് ഇതിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിപ്പം ഞാൻ എനിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ വെയിസ്റ്റ് വരുന്നത് 34 ഇഞ്ചാണ്. നമുക്ക് ആ 34നെ ഡിവൈഡഡ് ബൈ 4 എടുക്കാം. അപ്പം നമുക്ക് 8.5 കിട്ടും. അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി നമ്മൾ കൂട്ടിക്കൊടുക്കണം. അപ്പോൾ 10.5 കിട്ടുക. അത് നമുക്ക് റൗണ്ട് ചെയ്തിട്ട് 11 ഇഞ്ചായിട്ട് എടുക്കാം. അപ്പം നമ്മുടെ മുകളിൽ നമ്മളിപ്പം കട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഫ്രണ്ടാണ് ആദ്യം കട്ട് ചെയ്യുക. അപ്പോൾ ഫ്രണ്ടിൻ്റെ ഇതുപോലെയാണ് നമ്മൾ ഫ്രണ്ട് കട്ട് ചെയ്യുക. അപ്പം നമ്മൾ ഇതുപോലെ ഇങ്ങനെ വരച്ചിട്ടാണ് ചെയ്യുക. നമ്മുടെ ഈ ക്രോച്ചിൻ്റെ ലെങ്ത്ത് എങ്ങനെ കണക്ക് കൂട്ടുകയെന്ന് വെച്ചാൽ അരവണ്ണം ഡിവൈഡഡ് ബൈ 3. അരവണ്ണത്തിൻ്റെ 1/3 ഭാഗമാണ് ക്രോച്ച് ഏരിയ ആയിട്ട് എടുക്കുക. എനിക്കിപ്പോൾ ഇവിടെ 11.33 സംതിങ് കിട്ടുന്നത്. പക്ഷെ ഞാൻ 12.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മുകളിൽ നമ്മൾ 2 ഇഞ്ച് എലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ട് ബാൻഡായിട്ട് 2 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ മെഷർമെൻ്റ് ഒക്കെ ഈ 2 ഇഞ്ച് വിട്ടിട്ട് ഈ ഒരു ലൈൻ തൊട്ടിട്ടാണ് നമ്മൾ മെഷർമെൻറ്റ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം വേസ്റ്റ് റൗണ്ട് ഇവിടുന്ന് ഇവിടത്തേക്കുള്ള വീതിയാണ് നമ്മൾ 11 ഇഞ്ചായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ താഴെ ഈ ക്രോച്ചിൻ്റെ ഏരിയ വരുന്ന അവിടുത്തെ വിഡ്ത്ത് വരുന്നത് ഈ 11 ഇഞ്ചിൻ്റെ കൂടെ 2 ഇഞ്ച് ആഡ് ആക്കിയിട്ട് ഉള്ളതാണ് നമുക്ക് ഈ ക്രോച്ചിൻ്റെ അടുത്തെ വിഡ്ത്ത് വരിക. അപ്പോൾ 13 ഇഞ്ച്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എടുക്കാം. ഒരു മീഡിയം സൈസൊക്കെ ആണെങ്കിൽ 13 ഇഞ്ച് ആ ഒരു കണക്കിന് പോയാൽ മതി. പിന്നെ ലാർജ് സൈസ് ഒരു അരവണ്ണം ഒരു 40ന് മുകളിൽ വരുന്നതാണെങ്കിൽ 13.5 14 15 വരെ നമ്മൾ ക്രോച്ച് എടുക്കാറുണ്ട്. അത് നിങ്ങളുടെ ഹിപ്പ് റൗണ്ടിനനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കുക. ഇനി ഫുൾ ലെങ്ത് നമ്മൾ എടുക്കുമ്പോൾ ഫുൾ ലെങ്ത് എനിക്കിപ്പം വേണ്ടത് 33 ഇഞ്ചാണ്. ഞാനിപ്പോൾ ഒരു ആംഗിൾ ലെങ്ത് വരുന്നത് പോലെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് താഴെ ഭാഗം മടക്കി അടിക്കാൻ ഒരു 3 ഇഞ്ചും കൂടി എക്സ്ട്രാ വിട്ടു കൊടുക്കണം. നല്ല വീതി തന്നെ കുറച്ച് സ്റ്റിഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ താഴെ ക്യാൻവാസൊക്കെ വെച്ചിട്ടാണ് മടക്കി അടിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 ഇഞ്ച് നമ്മൾ താഴേക്കും കൂടി വിട്ടു കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് വരിക. പിന്നെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ ബാക്ക് വരുമ്പം നമ്മുടെ ഈ ക്രോച്ചിൻ്റെ ആ ഒരു ഏരിയൻ്റെ അവിടെ നമുക്ക് എക്സ്ട്രാ 2 ഇഞ്ച് മുകളിലേക്ക് കൊടുക്കണം. നമ്മൾ ബാൻഡിന് വിട്ടത് കൂടാണ്ടാണ് കേട്ടോ പറയുന്നത്. പിന്നെ സൈഡിൽ വരുന്ന അവിടെ നമുക്ക് 2 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കണം. അപ്പോൾ നമുക്കിതെങ്ങനെ തുണി മടക്കുക നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ തുണി ഒറ്റൊരു ഫോൾഡിലാണ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടും ബാക്കും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടല്ലേ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ടിന് വേണ്ടി മാത്രം തുണി ഇതുപോലെ ഒന്ന് മടക്കിയിട്ടിട്ടുണ്ട്. നമ്മുടെ വീതി വെച്ചിട്ട് തന്നെയാണ് മടക്കുന്നത്. തുണീൻ്റെ വീതി വരുന്നത് 44 ഇഞ്ച് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒറ്റ ഫോൾഡിലാണ് മടക്കിയിട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഈ ഫോൾഡ് ചെയ്യുന്ന വീതി എങ്ങനെ നമ്മൾ എടുക്കാന്ന് വെച്ചാൽ നമ്മൾ ക്രോച്ചിൻ്റെ അവിടുത്തെ വീതി പറഞ്ഞിട്ടില്ലേ 13 ഇഞ്ച്. ആ 13 ഇഞ്ചിൻ്റെ കൂടെ ഞാൻ 1 ഇഞ്ചും കൂടി എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 13 ഇഞ്ച് കണക്കാക്കിയിട്ട് എടുത്താൽ മതി. ഞാൻ പിന്നെ 1 ഇഞ്ചും കൂടി അവിടെ എക്സ്ട്രാ ഇട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങനെ 13 ഇഞ്ച് വീതിക്കാണ് തുണി മടക്കിയിട്ടുള്ളത്. ഇങ്ങനെ മടക്കുമ്പോൾ നമുക്ക് ബാക്കി ഭാഗം കട്ടാവാണ്ട് തന്നെ കിട്ടും. നമ്മൾ നേരെ പോയിട്ട് നടുവേ മടക്കാൻ പാടില്ല. ഒരു കട്ട് വരുന്ന സൈഡിൽ നിന്ന് ഇതുപോലെ 13 ഇഞ്ച് പിടിച്ചിട്ട് ഇങ്ങനെ മടക്കുക വേണ്ടുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ അളവുകളൊക്കെ നമുക്കിവിടെ മാർക്ക് ചെയ്യാം. മുകളിൽ ആദ്യം തന്നെ 2 ഇഞ്ച് ഇതുപോലെ ബാൻഡിനായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്ത ലൈനിൽ വെച്ചിട്ടാണ് പിന്നെ നമ്മൾ താഴേക്ക് ഫുൾ ലെങ്ത്തും ഒക്കെ മാർക്ക് ചെയ്യുന്നത്. നമുക്ക് ഈ ലൈനിൽ തന്നെ നമുക്ക് വേസ്റ്റ് റൗണ്ടിൻ്റെ മാർക്കിങ് ചെയ്യാം 11 ഇഞ്ച്. ഇനി ഈ നമ്മൾ 2 ഇഞ്ച് വരച്ച ആ ലൈനിൽ വെച്ചിട്ട് നമുക്ക് താഴേക്ക് ക്രോച്ചിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. ക്രോച്ച് ലെങ്ത്ത് വരുന്നത് 12.5 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. 12.5 ഇഞ്ച് ഇതായി മാർക്ക് ചെയ്തു.
ഇനി നമ്മൾ താഴെ ഈ 12.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെയും 11 ഇഞ്ച് തന്നെയല്ലേ വീതി വരുന്നതെന്ന് ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് ഈ 11 ഇഞ്ച് ഇതുപോലെ ഇതൊന്ന് ബോക്സ് ആക്കി വരച്ചു കൊടുക്കാം. ഇവിടെ 2 ഇഞ്ച് അങ്ങോട്ടേക്ക് വരച്ചു കൊടുക്കാം. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം. കർവ് ചെയ്യുമ്പം ഒരുപാട് അങ്ങ് കുഴിച്ച് വരക്കേണ്ട ആവശ്യമില്ല. കുറച്ച് മാത്രം ഒരു ജസ്റ്റ് ഒരു കർവ് കൊടുത്താൽ മതി. ഇനി നമുക്ക് താഴെ ഫുൾ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫുൾ ലെങ്ത് നമുക്ക് വേണ്ടുന്നത് 33 ഇഞ്ചാണ്. നമ്മൾ മാർക്ക് ചെയ്യുന്നതൊക്കെ 2 ഇഞ്ച് ആ ലൈനിൽ വെച്ചിട്ടാണ്, അത് മറന്നു പോകരുത്. 33 ഇഞ്ച്, അതിൻ്റെ കൂടെ 3 ഇഞ്ച് മടക്കി അടിക്കാൻ വേണ്ടിയിട്ടും വിട്ടു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ കാണണം. നമ്മുടെ ഈ ക്രോച്ച് 13 ഇഞ്ചല്ലേ നമ്മൾ പറഞ്ഞേ, അതിൻ്റെ അകത്ത് നമ്മളിത് ഇങ്ങനെ വെച്ച് ടേപ്പ് ഇതുപോലെ നടുവേ ഒന്ന് മടക്കി കൊടുത്താൽ നമുക്ക് അതിൻ്റെ സെൻറ്റർ പോയിന്റ് കിട്ടും. ഈ സെൻറ്റർ പോയിന്റ് നമുക്ക് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യാം. നമുക്ക് ഈ താഴെ ഭാഗത്ത് നമ്മൾ നേരത്തെ ക്രോച്ചിൻ്റെ അവിടെ സെൻറ്റർ കണ്ടുപിടിച്ചില്ലേ, അത് 6.5 വരുന്നത്. അത് നമുക്ക് ഇതുപോലെ താഴെ നമ്മൾ ഈ ലെങ്ത് മാർക്ക് ചെയ്ത അവിടെയും 6.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി നമ്മൾ താഴെ ഭാഗത്തെ വീതി വരുന്നത് 7 6.5 ഒക്കെയാണ് താഴെ ഭാഗത്തെ വീതി വെക്കുന്നത്. ഞാനിപ്പം 7 ഇഞ്ചാണ് വെക്കുന്നത്. അപ്പം നമ്മൾ ആ 7 ഇഞ്ചിൻ്റെ പകുതി എടുക്കുക. 7 ഇഞ്ചിൻ്റെ പകുതി 3.5. ഈ 3.5 നമുക്ക് ഈ നമ്മുടെ ഈ നടുവ് നമ്മൾ ഈ മാർക്ക് ചെയ്ത ലൈനില്ലേ, ആ ലൈനിൽ നമുക്ക് 3.5 വെച്ചിട്ട് 3.5 ഇഞ്ച് അപ്പുറത്തേക്കും 3.5 ഇഞ്ച് ഇപ്പുറത്തേക്കും നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. അങ്ങനെയാണ് നമ്മൾ താഴെ ഭാഗത്ത് വീതി മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ നമ്മുടെ വീതി മാർക്ക് ചെയ്ത ഈ 2 പോയിന്റും നമുക്ക് മുകളിലേക്ക് യോജിപ്പിച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മൾ വരച്ച് യോജിപ്പിച്ചു കൊടുക്കുക. ഇപ്പുറത്തെ ഫോൾഡ് വരുന്ന സൈഡിലേക്ക് നമ്മൾ യോജിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഫോൾഡ് വരുന്ന ഭാഗമൊക്കെ കട്ടായിട്ട് പോകേണ്ടതാണ്. അപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ ഇനിയിപ്പം വേറെ നിങ്ങൾ തയ്യൽ തുമ്പ് ഒന്നും കൂട്ടാൻ നിൽക്കണ്ട, ഇത് കറക്റ്റ് മെഷർമെന്റ് ആണ്. ഇനി നമുക്കിതാ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഓർമ്മയില്ലാണ്ട് കട്ട് ചെയ്തത് നമ്മുടെ ബാൻഡിന് വരച്ച ആ ഒരേറ്റേ കൂടെ ഒരു കട്ട് പോയിട്ടുണ്ട്. അത് ഞാൻ പെട്ടെന്ന് ഓർത്തിട്ടില്ല. ഇവിടെ വർത്താനം പറഞ്ഞിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കട്ടാക്കിയതാണ്. അപ്പോൾ അതങ്ങ് കട്ട് ചെയ്തു പോയി. അതല്ലെങ്കിലും എന്തെങ്കിലും ആയിട്ടൊരു മിസ്റ്റേക്ക് എനിക്ക് ഉണ്ടാവും. നമുക്ക് അതിനെ ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ട് അവിടെ എലാസ്റ്റിക് വരുന്ന സ്ഥലമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ജോയിൻ ചെയ്തൊക്കെ എടുത്തിട്ട് അടിക്കാം. അപ്പോൾ ബാക്കിയൊക്കെ ഞാൻ ദാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് ഭാഗം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഫോൾഡ് ചെയ്തതുപോലെ തന്നെ നേരത്തെ 13 ഇഞ്ചിൽ ഫോൾഡ് ചെയ്തില്ലേ, അത് നമുക്ക് ഒരു 2 ഇഞ്ചും കൂടി എക്സ്ട്രാ കൂട്ടിയിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് ഭാഗത്തിനേക്കാളും 2 ഇഞ്ച് എക്സ്ട്രാ തുണി ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളിതാ ഇതുപോലെ 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് നമ്മൾ മടക്കി കൊടുത്തു. ഇനി നമുക്ക് മുകളിലും 2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യാം. നമ്മൾ ബാൻഡ് കൊടുക്കാൻ 2 ഇഞ്ച് വിട്ടത് അല്ല ട്ടോ, ഇത് വേറെ തന്നെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ഈ 2 ഇഞ്ച്. നമുക്ക് ആദ്യം ഈ 2 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യാം. എന്നിട്ട് ഈ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത ലൈനിലേക്ക് നമുക്ക് നമ്മുടെ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്തത് കറക്റ്റ് ആക്കിയിട്ട് തന്നെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ക്രോച്ച് വരുന്ന ഈ ലൈൻ തൊട്ടിട്ട് നമുക്ക് 2 ഇഞ്ച് ഇതുപോലെ തന്നെ മാർക്ക് ചെയ്ത് പുറത്തേക്ക് 2 ഇഞ്ച് എക്സ്ട്രാ പുറത്തേക്ക് ഇതുപോലെ കണക്കായിട്ട് ആ കർവ് വരുന്ന ഭാഗത്തും ഒക്കെ ഇങ്ങനെ 2 ഇഞ്ച് ടേപ്പ് വെച്ചിട്ട് മാർക്ക് ചെയ്ത് പോകാം. താഴെ നമ്മൾ സൈഡ് കട്ട് ചെയ്ത് അവിടെയൊക്കെ 2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഈ നമ്മൾ ക്രോച്ചിൻ്റെ അവിടെ മാത്രമേ നമുക്ക് ബാക്കിൽ 2 ഇഞ്ച് എക്സ്ട്രാ ആവശ്യമുള്ളൂ. അപ്പം നമുക്കിതാ ഇതുപോലെ ഫോൾഡ് വരുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ ഈ 2 ഇഞ്ചിന്ന് നേരെ താഴേക്ക് നമ്മൾ ഇതുപോലെ ചെരിച്ചിട്ട് വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ടിങ് ഒക്കെ കഴിഞ്ഞു. കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ട് വരുന്നത് കൊണ്ടാണ്. ചിലവർ അത് സെപ്പറേറ്റ് ചെയ്തിട്ടൊന്നും ചെയ്യാറില്ല. ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വേഗം ഇനി സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം.
സ്റ്റിച്ച് ചെയ്യാനൊന്നും ഒരു പണിയുമില്ല. പെട്ടെന്ന് കുറച്ച് സ്റ്റിച്ച് മാത്രമേ ചെയ്യാനുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ദാ ഈ ക്രോച്ച് ഏരിയ ഫ്രണ്ടിൻ്റെയും ബാക്ക് നമ്മളിപ്പം കട്ട് ചെയ്തെടുത്ത അതുപോലെ തന്നെ ക്രോച്ച് ഏരിയ രണ്ടും ജോയിൻ ചെയ്തെടുക്കുക. ജോയിൻ ചെയ്തെടുക്കുമ്പോൾ ഡബിൾ സ്റ്റിച്ച് തന്നെ ചെയ്യണം. നമ്മൾ പാൻറ്റിനൊക്കെ നമുക്ക് ആകെ കുറച്ച് സ്റ്റിച്ചുകളെ ചെയ്യാനുള്ളൂ. ആ ചെയ്യുന്ന സ്റ്റിച്ചസൊക്കെ നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് തന്നെ എടുക്കുക. പെട്ടെന്ന് പിന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ട്രോങ് ആയി കിട്ടാൻ വേണ്ടി ഇതുപോലെ ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ എന്താ ഡബിൾ സ്റ്റിച്ചൊക്കെ ചെയ്തെടുത്തു. രണ്ട് ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും ക്രോച്ച് ഞാൻ ജോയിൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിങ്ങനെ നിവർത്തി വെച്ചിട്ട് താഴെ ആ ക്രോച്ചിൻ്റെ ഇതുപോലെ ഈ ക്രോച്ചിൻ്റെ ആ ഒരു ഭാഗം വരുന്നില്ലേ, ആ സ്റ്റിച്ച് രണ്ടും നമ്മൾ ആ രണ്ട് സ്റ്റിച്ചും ഒരേ ലെവലിൽ വരുന്ന രീതിക്ക് പിടിച്ചിട്ട് നമുക്ക് താഴേക്ക് ഈ നമ്മുടെ സൈഡല്ല താഴത്തെ ഭാഗം നമുക്ക് രണ്ടും ജോയിൻ ചെയ്ത് കൊടുക്കാം. ദാ ഈ ഒരു ഭാഗം നമ്മുടെ അപ്പുറത്തെ ഭാഗത്ത് ഫോൾഡ് വരുന്ന ഭാഗം നമ്മൾ സെപ്പറേറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കട്ടിങ് അല്ല നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ആദ്യം ഇവിടെ ഒന്ന് അടിച്ചു കൊടുക്കാം. ഇതും നമ്മൾ ഡബിൾ സ്റ്റിച്ച് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. സെന്ററിൽ നിന്ന് തന്നെ തുടങ്ങാൻ ശ്രമിക്കുക. താഴെ ഭാഗത്ത് തുടങ്ങിയാൽ ചിലപ്പോൾ മുകളിലേക്ക് വരുമ്പോൾ സ്റ്റിച്ച് രണ്ടും ലെവലല്ലാതെ വരും. അപ്പോൾ നമ്മൾ സെന്ററിൽ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതുപോലെ തയ്യൽ തുമ്പ് ഒന്ന് അപ്പുറത്തേക്ക് ഒന്ന് ഇപ്പുറത്തേക്ക് കൂട്ടിയിട്ട് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ ദാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ ഭാഗം മടക്കി അടിക്കാം. താഴെ ഭാഗം മടക്കി അടിക്കാനായിട്ട് നമ്മൾ 3 ഇഞ്ച് വിട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഒന്നെങ്കിൽ ഇതുപോലെ ആദ്യം അരയിഞ്ച് മടക്കി പിന്നെ കുറച്ചും കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് വീതി കുറച്ചിട്ട് മടക്കി കൊടുക്കാം. പക്ഷെ നമുക്ക് സ്ട്രൈറ്റ് പാൻറ് ചെയ്യുമ്പോൾ കുറച്ച് വീതിക്ക് തന്നെ മടക്കുന്നതാണ് നല്ലതായിട്ടുണ്ടാവുക. അപ്പം ഞാൻ കുറച്ച് ക്യാൻവാസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ക്യാൻവാസ് 2.5 ഇഞ്ച് വീതിക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഇനി ഇതാ നമ്മൾ 3 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുത്ത ആ ഒരു ലൈനിൽ നമ്മളിതാ ഈ ക്യാൻവാസ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് അയൺ ചെയ്ത് എടുക്കുമ്പോൾ തന്നെ താഴെ ഒരു 1/2 ഇഞ്ച് നമുക്ക് എക്സ്ട്രാ ഉണ്ടാവും. ആ 1/2 ഇഞ്ച് ഇതാ ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാൻ പാകത്തിന് ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കിയിട്ടും കൂടി ഞാൻ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ രണ്ടും പ്രസ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ താഴെ ഭാഗവും ഇതുപോലെ ക്യാൻവാസ് വെച്ചിട്ട് മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ കൂട്ടിപ്പിടിച്ചിട്ട് ഇനി ഇതിൻ്റെ രണ്ട് സൈഡിലും 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് നമുക്ക് ഇതുപോലെ ഈ രണ്ടും ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതും ഡബിൾ സ്റ്റിച്ച് തന്നെ ചെയ്യണേ. അപ്പോൾ ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിൽ എലാസ്റ്റിക് ആണ് വെച്ച് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1 ഇഞ്ചിൻ്റെ എലാസ്റ്റിക് ആണ് വെക്കുന്നത്. നമ്മുടെ വേസ്റ്റ് റൗണ്ടിനെക്കാട്ടിലും ഒരു 2-3 ഇഞ്ച് കുറച്ചിട്ടാണ് എലാസ്റ്റിക് എടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 31.5 ഇഞ്ചിൻ്റെ എലാസ്റ്റിക് ആണ്. അപ്പോൾ എലാസ്റ്റിക് ഒക്കെ സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സ്ട്രെയിറ്റ് പാൻറ് ഇവിടെ റെഡിയായി. ഇതിന് ഞാൻ പോക്കറ്റ് ഒന്നും വെച്ച് കൊടുത്തിട്ടില്ല. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഇനി ഇതുപോലുള്ള ഏതെങ്കിലും മോഡൽസ് സ്റ്റിച്ച് ചെയ്യാനുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻ്റ് ആയിട്ട് പറഞ്ഞാൽ എൻ്റെ പരമാവധി ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബായ്.